നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻസ് ആണ്. ജോയിൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് ഡാറ്റേനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ മൾട്ടിപ്പിൾ ടേബിൾസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോമൺ ഫീൽഡ്സ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ അമേസിംഗ് മാർട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ജോയിൻസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ജോയിൻസ് ഉണ്ട്. അതായത് റൈറ്റ് ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, ഫുൾ ജോയിൻ, അങ്ങനെ കുറെ ജോയിൻസ് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. ടാബിൽ ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മളുടെ ഡാറ്റ സെറ്റിൽ ലോഡ് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സിനെ ഡ്രാഗ് ചെയ്തിട്ടു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സിന്റെ ഉള്ളിൽ എത്ര കോളംസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഓർഡർ ബ്രേക്ക് ഡൗണിനെ ഡ്രാഗ് ചെയ്തിടാം. അപ്പം ഇവിടെ ഒരു ജോയിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നർ ജോയിൻ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ജോയിൻ ആണ്. അപ്പം ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇന്നർ ജോയിൻ ആൻഡ് ഔട്ടർ ജോയിൻ, ഇത്രയും ജോയിൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഇന്നർ ജോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. കസ്റ്റമർ ടേബിളും ഉണ്ട്, എംപ്ലോയി ടേബിളും ഉണ്ട്. അപ്പം കസ്റ്റമർ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും കസ്റ്റമർ, ജെൻഡർ, ഏജ്, മൂന്ന് കോളംസ് ആണ് വരുന്നത്. എംപ്ലോയി ടേബിളിൽ എംപ്ലോയി, ടൈറ്റിൽ, വേജ്, മൂന്ന് കോളംസ് തന്നെയാണ് വരുന്നത്. ഇതിലെ കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ്സ് നോക്കാം. അതായത് ജാക്ക് എന്ന് പറയുന്ന കസ്റ്റമർ, ജാക്ക്, സൂസൻ എന്ന് പറയുന്ന രണ്ട് കസ്റ്റമേഴ്സിന്റെ ആണ് നമുക്ക് ഈ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ? ഇന്നർ ജോയിൻ ആണ്. നമ്മൾ ഇതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലായിരിക്കും, ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിലെ കസ്റ്റമർ, ജെൻഡർ, ഏജ്, എംപ്ലോയി, ടൈറ്റിൽ, വേജ്, എല്ലാ ഫീൽഡ്സും എല്ലാ കോളംസും കൊടുത്തിട്ടുണ്ട്. ദെൻ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഫീൽഡ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. കണ്ടോ, ജാക്ക്, സൂസൻ, ആ രണ്ട് കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പം ഇതാണ് ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. അപ്പൊ ലെഫ്റ്റ് ജോയിൻ സെയിം നമ്മളുടെ കസ്റ്റമർ ടേബിളും എംപ്ലോയി ടേബിളും എടുക്കുന്നു. അപ്പം അതില് കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ജാക്ക്, സൂസൻ, രണ്ട് കസ്റ്റമേഴ്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പം ലെഫ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ ഫീൽഡും നമ്മൾ അവിടെ കൊടുക്കും. ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ കോളംസും അവിടെ വന്നിട്ടുണ്ട്. റൈറ്റ് ടേബിളിൽ ഈ ലെഫ്റ്റ് ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ് മാത്രമേ റൈറ്റ് ടേബിളിൽ വന്നിട്ടുള്ളൂ. കണ്ടോ, ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിരിക്കും. അപ്പം ഇതാണ് ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ് ജോയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൈറ്റ് ടേബിളിലെ എല്ലാ ഫീൽഡ്, എല്ലാ കോളംസ് വന്നിട്ടുണ്ടാവും. ലെഫ്റ്റ് ടേബിളിലെ കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഫുൾ ജോയിൻ ആണ്. ഫുൾ ജോയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഫീൽഡ്, ആ ഒരു കോളംസ്, രണ്ട് ടേബിളിലെയും കംപ്ലീറ്റ് കോളംസ് അവിടെ വന്നിട്ടുണ്ടാവും. ദെൻ എന്താണ്? കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിന്റെ നേരെ ആയിരിക്കും രണ്ട് ടേബിളിലെ വാല്യൂ വരുന്നത്. പക്ഷെ രണ്ട് ടേബിളിലെ കംപ്ലീറ്റ് വാല്യൂസും അവിടെ വന്നിട്ടുണ്ടാവും. അതാണ് ഫുൾ ജോയിൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനാണ് ഈ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നത്. ഇന്നർ ജോയിൻ, റൈറ്റ് ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, ഫുൾ ജോയിൻ.